നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് രാമേശ്വരത്താണ്. രാമേശ്വരത്ത് എത്തിയിട്ട് ഇന്നെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. കാലത്തെണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ബലികർമ്മങ്ങൾക്കായി കടൽ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തലയുയർന്നു നിൽക്കുന്ന രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരമാണ് ഇപ്പം നമ്മളീ കാണുന്നത്. ഈ പുണ്യഭൂമിയിലാണ് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലികർമ്മങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന 4 തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ബദ്രിനാഥ്, ദ്വാരക, പുരി, രാമേശ്വരം. ഈ 4 പുണ്യസ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കപ്പെടുന്നത്. രാവണനെ വധിച്ചതിന് ശേഷം ബ്രഹ്മഹത്യ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനു വേണ്ടി ശ്രീരാമൻ ശിവനെ ഇവിടെ വെച്ച് പൂജിച്ചുവെന്നാണ് വിശ്വാസം. ശ്രീരാമൻ തൻ്റെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് രാമേശ്വരത്ത് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ 10 മടങ്ങ് ഫലമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള അഗ്നിതീർത്ഥം എന്ന കടൽ തീരത്താണ് ഈ ബലികർമ്മങ്ങൾ നടക്കുന്നത്. ബലിതർപ്പണം എല്ലാം പൂർത്തിയായതിനു ശേഷം രാമനാഥസ്വാമി ക്ഷേത്രത്തിലുള്ള 22 തീർത്ഥങ്ങളിൽ ക്രമപ്രകാരം സ്നാനം ചെയ്യുന്നതാണ് വളരെ പുണ്യമായി കാണുന്നത്. ഓരോ പുണ്യതീർത്ഥത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ 22 പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് രാമേശ്വരത്തെ ബലിതർപ്പണം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആചാരമായി ഇന്നും നിലനിൽക്കുന്നത്. ഈ കടൽക്കരയിൽ നടക്കുന്ന ബലികർമ്മങ്ങളുടെ ചെറിയ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഒരാൾക്ക് ബലിയിടുന്നതിന്, ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് 350 രൂപയാണ് ചാർജ്. അത് കഴിഞ്ഞാൽ 750, 1000 അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകും. ഈ ബലികർമ്മങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളെല്ലാം തന്നെ തമിഴിലാണ്. ബലികർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തിയാക്കി ഇനി നേരെ പോകേണ്ടത് ക്ഷേത്രത്തിനകത്തേക്കാണ്. അവിടെ ചെന്ന് 22 പുണ്യതീർത്ഥങ്ങളിൽ ആ പുണ്യതീർത്ഥം നമ്മുടെ ശിരസിലൂടെ വഹിച്ച് നമ്മൾ നേരെ ഭഗവാന്റെ മുൻപിൽ ചെന്ന് ദർശനം നടത്തി നമ്മൾ വീട്ടിലേക്ക് മടങ്ങാം. ഇങ്ങനെയാണ് നമ്മുടെ രാമേശ്വരം തീർത്ഥയാത്ര പൂർത്തിയാവുന്നത്. പുണ്യഭൂമിയായ രാമേശ്വരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊരു കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം.
അതന്നെ അറിയാവുന്ന വഴി വാ അതന്നെ വഴി കൊണ്ട്